നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. കിച്ചു സുധിക്കെതിരെ രേണു സുധി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ദാസ് മാത്രമല്ല, സുധിക്ക് മകൻ ഋതുലൻ ദാസുമുണ്ട്. തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്നാണ് രേണു പറയുന്നത്. പൊന്നുപോലെ നോക്കിയതാണ് താനെന്നും തന്റെ കൂടെ തന്നെയല്ലേ അവൻ 7 വർഷം ജീവിച്ചതെന്നും രേണു പറയുന്നുണ്ട്. ഇതെല്ലാം കിച്ചു മറന്നാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും രേണു നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുൻപ് വരെ ഈ ഒരു ബന്ധം നല്ല ദൃഢമായി പോയിക്കൊണ്ടിരുന്നതാണ്. ചിലപ്പോൾ അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കാം. എന്നാലും മറന്നുകൊണ്ട് എല്ലാം ക്ഷമിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5 മാസം മുൻപും ഞാൻ സഹായിച്ചുകൊണ്ടിരുന്ന വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെയേ ഞാൻ പറയുകയുള്ളൂ. പക്ഷെ ഇതിനകത്ത് പല കറുത്ത കൈകളും വന്നു ചേർന്നു. അസ്വാരസ്യങ്ങൾ മറവിക്ക് വിട്ടുകൊടുത്തും ക്ഷമിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവൻ എന്റെ വളർത്തുമകനാണ്. വ്ളോഗറായ ആ സ്ത്രീ ഷെഫീന ബീബി എന്നെ അപമാനിക്കുന്ന കാര്യം രാഹുലിനും എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നേ വരെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുകയാണ്. ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായാലും നെഗറ്റീവ് കമന്റ് കിട്ടിയാലും ശാപം കിട്ടിയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേര് ഉള്ളതിനാൽ ഞാൻ താഴെ വീഴില്ല. ആ സ്ത്രീ വന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് ആ സ്ത്രീയെ സൽക്കരിക്കുകയായിരുന്നു ചെയ്തത്. 11 വയസ്സിൽ ഞാൻ രാഹുലിനെ എടുത്തപ്പോൾ അവന്റെ പെറ്റതള്ള ജീവനോടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ആളെയും സ്വീകരിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയാളെ ഞാൻ സ്നേഹിച്ചു. വാക്കുകൊണ്ട് പോലും രാഹുലിനെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ് 1 വർഷം രാഹുൽ എനിക്കൊപ്പം തന്നെയായിരുന്നു നിന്നിരുന്നത്. അവൻ ചെയ്ത തെറ്റുകൾ ഞാൻ മറക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരുന്നു. സുധിയുടെ ഭാര്യയാണ് ഞാനെന്ന് എങ്കിലും അവർ ചിന്തിക്കണമായിരുന്നു. രാഹുൽ മാത്രമല്ല സുധിയുടെ മകൻ. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്ന് കരുതി എന്റെ മോനെ ഒന്നിൽ നിന്നും ഞാൻ വിലക്കിയിട്ടില്ല. അവന് അച്ഛൻ വീട്ടുകാർ വേണമെങ്കിൽ ആകാം. ആ സ്ത്രീ ആ വീട്ടിൽ പോയത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. 500ഉം 200ഉം ഒന്നുമല്ല ഞാൻ രാഹുലിനെ കൊടുത്തിരുന്നത്. രാഹുലിന് എന്തും പറയാം, അവൻ കുഞ്ഞാണ്. രേണുസുധിക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല. രേണുവും വീട്ടുകാരും നികൃഷ്ട ജീവികൾ. ഇനി ഞാൻ മൗനം പാലിക്കേണ്ട കാര്യമില്ല. എന്റെ കടമ ഞാൻ ചെയ്തതല്ലേ. എന്നിട്ടും അവൻ എന്തിന് ഇങ്ങനെ എന്നോട് ചെയ്തു എന്നാണ് തോന്നിയത്. 18 വയസ്സ് വരെ ഞങ്ങൾ അവനെ നോക്കുമായിരുന്നു. അന്നൊന്നും കൊല്ലത്ത് പോയി നിന്നിട്ടില്ല. പല കാര്യങ്ങളിലും അവൻ മൗനം പാലിക്കുകയായിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കേണ്ട കാര്യമില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇന്ന് പൊക്കിപ്പിടിക്കുന്നവരുണ്ടല്ലോ. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അമ്മ ഉപദ്രവിച്ചെന്നു പറഞ്ഞ് അവൻ എവിടെയും പോയിട്ടില്ല. എവിടെയും നിൽക്കാനും പോയിരുന്നില്ല. ഇന്നവന് 22 വയസ്സുണ്ട്. പൈസയും ആവശ്യത്തിനുണ്ട്. ഒന്നുമില്ലാതിരുന്നപ്പോൾ ഞാൻ മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും കാണാൻ വരികയോ ഒന്നും വന്നില്ല. ഇന്ന് വരെ വിളിച്ചിട്ടുമില്ല. ആരുടെ വിഷമമാണ് രാഹുലിന് തീർക്കാനുള്ളത്? ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട. അതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ. ഇങ്ങനൊരു ജീവിതത്തെക്കാൾ നല്ലത് അതാണ്. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നു. ഞാൻ അനുഭവിച്ചതും അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ അവൻ അറിയാം. അന്ന് പോലും അവനെ ഞാൻ പട്ടിണി കിട്ടിയിട്ടില്ല. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. സുധിച്ചേട്ടനും ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. ഈ പിള്ളേരെ ഞങ്ങൾ പട്ടിണി കിട്ടിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ ഓരോ വ്ളോഗർമാർക്കും വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അതിലൂടെ അവന് നല്ല പൈസ കിട്ടുമായിരിക്കും. 11 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് അവനെ നോക്കിയെന്ന് സുധിക്കറിയാം. എന്റെ വീട്ടുകാർക്കറിയാം. ബന്ധുക്കൾക്കും അയൽപ്പക്കക്കാർക്കും എല്ലാം അറിയാം. ഇതെല്ലാം അവൻ മറന്നുപോയോ? മറന്നാണിപ്പോൾ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. രാഹുൽ സന്തോഷമായി ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിൽ കയറുകയാണെങ്കിൽ കയറട്ടെ. എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. എനിക്ക് വേണ്ട. ക്യാൻസറായി കിടക്കുകയല്ലേ. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമല്ലോ. എല്ലാം മറന്നാണ് രാഹുൽ ഇപ്പോൾ പെരുമാറുന്നത്. ഇവിടെ അവൻ വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. വിഷമം ഉള്ളവരുടെ വിഷമമൊക്കെ തീർക്കാനാണ് വന്നത്. ഞാൻ അന്ന് ICUവിലായിരുന്നു. എന്തിന്? പരിസരം നിരീക്ഷിക്കുവാനാണോ വന്നത്? ഞാൻ ഇനി എഴുന്നേൽക്കില്ല എന്ന് വിചാരിച്ചിരിക്കും. അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട്. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്? ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായമെന്നും രേണുസുധി ചോദിക്കുന്നുണ്ട്. പൊന്നുപോലെ നോക്കിയതാണ് ഞാൻ അവനെ. എന്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ജീവിച്ചത്? അമ്മ എന്ന് തന്നെയല്ലേ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതും എന്നും രേണുസുധി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് വീഡിയോയും ഇറക്കി.
ഞങ്ങൾ ഉള്ളതുകൊണ്ട് 7 വർഷം അയാളും കൊല്ലം സുധിയും സന്തോഷമായി ജീവിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാർ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും വിളിച്ചിട്ടില്ല. വളരെ വൈകിയാണ് വിളിച്ചതെന്നും രേണു സുധി മൂവി വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ക്യാൻസർ 4th സ്റ്റേജിലാണ് രേണുവിനിപ്പോൾ. ഇതിനോടകം 3 കീമോകൾ കഴിഞ്ഞിട്ടുണ്ട്. അസുഖം ബാധിച്ച ശേഷം രേണു ചികിത്സയിലും വിശ്രമത്തിലുമാണ്. അതേസമയം രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ കണ്ടപ്പോൾ തനിക്ക് ഏറെ ദുഃഖം തോന്നിയെന്നും അതിനെക്കുറിച്ച് രേണുവിനോട് തന്നെ തുറന്നു പറഞ്ഞുവെന്നും കിച്ചു തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. രേണുവിന്റെ മകൻ ഋതപ്പന് ഇതൊക്കെ ബാധിക്കുമെന്ന ആശങ്ക പങ്കുവച്ചപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന മറുപടിയാണ് കിട്ടിയതെന്നും അതുകൊണ്ട് രേണു എന്ന അധ്യായം ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും കിച്ചു നേരത്തെ വെളിപ്പെടുത്തിയിരുന്ന കാര്യമാണ്. താൻ കോട്ടയത്ത് പോയി ഋതപ്പനെ നേരിൽ കണ്ട് അവനെ സന്തോഷിപ്പിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയിൽ കഴിയുന്ന രേണുവിനെ കാണാൻ അനുവാദമില്ലാത്തതിനാൽ പ്രാർത്ഥനകളോടെ മടങ്ങിപ്പോരുകയായിരുന്നു ചെയ്തതെന്നും കിച്ചു സുധി വെളിപ്പെടുത്തിയിരുന്നു. എനിക്കെതിരെ ഒരു വീഡിയോ വന്നു. ഇങ്ങനെ ഞാൻ അമ്മയെ കാണാൻ പോകുവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരെ വിഷമമൊക്കെ തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞത് എടുത്തു വെച്ചിട്ടാണ് ചിലർ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ചിലരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അമ്മയുടെ വില എന്താണെന്ന് അറിയില്ല എന്നായിരുന്നു പലരും പറയുന്നത്. ശരിയാണ്, അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വില എന്താണ് എന്ന് എനിക്ക് അറിയില്ലായിരിക്കാം. എന്റെ ജീവിതകഥ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ബാല്യകാലം മുതൽ നേരിട്ട അവഗണനകളെ കുറിച്ചും ഒറ്റപ്പെടലിനെ കുറിച്ചും വികാരധീനായിട്ടായിരുന്നു കിച്ചു സംസാരിച്ചിരുന്നത്. അച്ഛൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷം നടന്ന സംഭവങ്ങളെ കുറിച്ചുമെല്ലാം കിച്ചു തുറന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു. 2004 ഞാൻ ജനിച്ചത്. ശാലിനി എന്നാണ് എന്റെ സ്വന്തം അമ്മയുടെ പേര്. തൃശ്ശൂരാണ് എന്റെ ജനനം. അച്ഛനും അമ്മയും തമ്മിലുള്ള അടിയും വഴക്കുമാണ് കുഞ്ഞിലെ മുതൽ ഓർമ്മയുള്ളത്. എന്റെ സ്വന്തം അമ്മ എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ വേറൊരാളുടെ കൂടെ പോയതാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാനും അച്ഛനും കൊല്ലത്ത് വരികയായിരുന്നു. പിന്നെ എന്നെ നോക്കിയത് വല്യമ്മയായിരുന്നു. 5ാം ക്ലാസ് വരെ അവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. അതിനിടയ്ക്ക് അച്ഛൻ 2ാമത് വിവാഹം കഴിക്കുകയും ചെയ്തു. വീണ എന്നായിരുന്നു അവരുടെ പേര്. ആ സമയത്ത് അച്ഛനുമായി യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അവരുമായിട്ടും വഴക്ക് തന്നെയായിരുന്നു അച്ഛൻ എപ്പോഴും വീണ എന്ന അവരുടെ വീട്ടിലായിരിക്കും. വൈകിട്ട് എപ്പോഴെങ്കിലും എന്നെ വന്ന് കാണുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. എന്നെ അവർക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. അതൊക്കെ എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. എവിടെയും അടിയായിരുന്നു. ആ സമയത്ത് ഓരോ കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. വീണ എന്ന ആളുടെ 2ാം വിവാഹമായിരുന്നു. ആ ബന്ധത്തിൽ അവർക്ക് 2 പിള്ളേരും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഒരു സ്കൂട്ടർ എടുത്തിരുന്നു. ആ സ്കൂട്ടറിന് പേരെഴുതിയപ്പോഴാണ് ആ കുട്ടികളുടെ പേരാണ് എന്ന് അറിയുന്നത് പോലും. എന്നെ വേറൊരു തരത്തിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്നോടൊരു വലിയ പ്രശ്നം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ എപ്പോഴും എന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജീവിതം എങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം വീഡിയോ കോളിൽ ഇപ്പോൾ കാണുന്ന അമ്മ രേണു സുധിയെ കാണുന്നത്. ആ സമയത്ത് അമ്മയുമായി ഭയങ്കര കമ്പനി ആയിരുന്നു. സൂപ്പർ ആയിരുന്നു ആ ടൈമിൽ. പിന്നെ അച്ഛൻ വന്ന ഒരു ദിവസം എന്റെ അടുത്ത് വന്നു ചോദിച്ചു, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അച്ഛനെ ഇഷ്ടമാണോ എന്നായിരുന്നു ഞാൻ തിരിച്ചു ചോദിച്ചത്. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കുറച്ചു കഴിഞ്ഞതോടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എല്ലാവരുടെയും സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് രേണു അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല. ഇതിനും വലിയ അടി ഉണ്ടാക്കുമായിരുന്നു. എന്തോ ആർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ല. അച്ഛൻ മരിച്ച സമയത്ത് എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. എല്ലാ കാര്യത്തിനും അവർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതും ഇല്ലാതായി. ഡ്രഗ്സിനോട് ഭയങ്കരമായി അഡിക്റ്റ് ആയിരുന്നു എനിക്ക്. രാത്രി ഉറക്കമില്ല. കണ്ണടച്ചാൽ അച്ഛന്റെ മുഖം വരുമായിരുന്നു. അവിടെയാണെങ്കിൽ ഒട്ടും പറ്റുന്ന സിറ്റുവേഷനും ആയിരുന്നില്ല. ഒരു ദിവസം വീഡിയോ കോൾ ചെയ്തപ്പോൾ കൊല്ലത്തെ വല്യമ്മ ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടു. അവർക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ വല്യമ്മ പറഞ്ഞു കൊല്ലത്ത് വരാൻ. അങ്ങനെയാണ് ഞാൻ കൊല്ലത്തേക്ക് വരുന്നത്. ഞാൻ ഇനി കൊല്ലത്ത് നിന്ന് പഠിക്കുകയാണെന്ന് അമ്മയുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അവരോട് സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു കിച്ചു അന്നൊരിക്കൽ പറഞ്ഞത്.